എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയാകാൻ പറ്റത്തില്ല, ഫുള്ള് ഓപ്പൺ ആയതുകൊണ്ട് ഫുള്ളേ താക്കത്തുള്ളൂ. ഹല്ലേലൂയ പാടിടും ഞാൻ. ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ, ഏറെ നാളായി കാൺമാനാശയായി കാത്തിരുന്ന എൻ്റെ പ്രിയനെ തേജസ്സോടെ നാം കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. തേജസ്സോടെ ഞാൻ കാണുന്ന നേരം തിരുമാർവോടണഞ്ഞിടുമേ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. നാഥൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനായി. നാഥൻ പേർക്കായി സേവ ചെയ്തതാ താതനെന്നെ മാനിക്കുവാനായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളായി. തരുമോരോരോ ബഹുമാനങ്ങൾ വിളങ്ങിടും കിരീടങ്ങളാൽ. ദൂതസംഗമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. All the family can be seated, please. It's going to be a very short service, only a couple of Bible scriptures we'll be reading more. And let us come to the throne of grace with an attitude of prayer and gratitude this evening, as we are going to lay down the mortal remaining of our dear Ammachi to this ground. It's our glorious hope that one day we are going to meet her again on the other shore. That's the greatest hope that we have in our heart. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. കർത്താവേ, നീ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലങ്ങളെയും നിർമ്മിച്ചതിന് മുമ്പേ അങ്ങ് അനാദിയായും ശാശ്വതമായും ഞങ്ങളുടെ ദൈവമായിരിക്കുന്നുവല്ലോ. നീ മർത്യനെ തിരികെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ മടങ്ങി വരുവേ എന്ന് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ വചനത്തിൻ്റെ നിവൃത്തി ഇന്ന് പകൽക്കാലം നാം കാണുന്ന സമയമാണ്. അമേരിക്കയിൽ ഒക്ലഹോമ സ്റ്റേറ്റിൽ ബെഥനി സിറ്റിയിൽ നാം ഈ ഗ്രേവ് സൈറ്റിൽ നിൽക്കുമ്പോൾ ഈ കഴിഞ്ഞ ജനുവരി മാസം 26-ാം തീയതി രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കപ്പെട്ട അച്ചാമച്ചറിയാൻ എന്ന ഈ മഹൽ വ്യക്തിയുടെ ഭൗതിക ശരീരത്തിന് മുമ്പിലാണ് വിശുദ്ധ സഭയും ദൈവദാസന്മാരും വാത്സല്യ മക്കളും അവരുടെ കുടുംബങ്ങളും ഒരുമിച്ച് ആയിരിക്കുന്നത്. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയ്ക്കുട്ടിനെ ഞാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സമാധാനപ്രഭാരിക്കുന്ന സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, 88 വർഷം വിശുദ്ധിയോടുകൂടി വിശുദ്ധനായ പിതാവിനെ ശുശ്രൂഷിക്കാൻ എൻ്റെ ദാസിക്ക് കൃപ കൊടുത്തല്ലോ. ഈ മാതാവിനെ ബഹുമാനിക്കേണ്ടതിൽ ബഹുമാനിക്കാൻ പുത്രനും ദാസിക്കും
കൃപ കൊടുത്തല്ലേ കർത്താവേ. ഞങ്ങൾക്ക് ഇത്തരത്തോളം കാര്യങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കൃപ തന്ന ദൈവത്തിന് സ്തോത്രം. തന്നെയല്ല കർത്താവേ, കാലാവസ്ഥയെ നിയന്ത്രിച്ചല്ലോ. അങ്ങ് വലിയൊരു കാര്യം കർത്താവേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നു. അങ്ങ് സർവശക്തനായ ദൈവമായിരിക്കുന്ന സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, പ്രത്യാശയുണ്ട് കർത്താവേ. ഞങ്ങൾക്ക് അമ്മച്ചിയെ പോയി കാണാമല്ലോ. ഞങ്ങളെല്ലാവരും ദിവസം പോകും കർത്താവേ. നിന്റെ കരങ്ങളിലേക്കൊക്കെ ഒന്ന് നീ സഹായിച്ചിട്ട് മാനവും മുഖത്തെടുക്കണം. എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നു. പൊന്നേശ്വര നാമത്തിൽ താഴ്മയും അപേക്ഷിക്കുന്നവരോട് കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെ മഹത്വമുള്ള നാമം ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ ഗ്രേവ് സൈറ്റിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിനെ ആത്മാർത്ഥയോടെ വിശ്വസ്തയോടെ സ്നേഹിച്ച സേവിച്ച ഈ വിലപ്പെട്ട കർത്തദാസിയുടെ ഭൗതിക ശരീരം വളരെ വിനയത്തോടും വളരെ ആദരവോടും കൂടെ ഈ മണ്ണിലേക്ക് നാം മറവ് ചെയ്യുന്ന സമയത്താണ് ദൈവസഭ ഇവിടെ കൂടിയിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ഇന്ന് കഴിഞ്ഞ ദിവസം രാത്രിയിലും ഇന്ന് പകൽക്കാലവും നടന്നതുകൊണ്ട് വളരെ വിശദമായ ഒരു ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്നില്ല. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസനിലായിരിക്കാം. പ്രിയ അച്ചാമ്മച്ചെറിയാൻ എന്ന കർത്തദാസി തൻ്റെ പ്രാണനും തൻ്റെ ആത്മാവും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. കഴിഞ്ഞ 88 വർഷക്കാലം താൻ ജീവിച്ച അനുഗ്രഹിക്കപ്പെട്ട മൺകൂടാരത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ മുമ്പിലാണ് നാം ഒരുമിച്ച് കടന്നു വന്നിരിക്കുന്നത്. ഈ ശരീരത്തിൽ പാർക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുകയും കർത്താവിൻ്റെ കൽപ്പനയായ വിശ്വാസ സ്നാനം സ്വീകരിക്കുകയും പരിശുദ്ധാത്മാ പൂർണ്ണയായി തീരുവാൻ ദൈവം അവസരം കൊടുത്തത്. ഈ ശരീരത്തിൽ വസിക്കുമ്പോഴാണ് തനിക്ക് ടി സി ചെറിയാൻ എന്ന കർത്തദാസനുമായി വിവാഹബന്ധവും കുടുംബജീവിതവും ഉണ്ടാകുകയും അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം തനിക്ക് ദാനമായി കൊടുത്തത്. കർത്താവിൻ്റെ ദാസനോട് ഒരുമിച്ച് വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാനും അനേക സ്ഥലങ്ങളിൽ പാർത്ത് ദൈവരാജ്യത്തെ ഉയർത്തുവാനും ഈ ഭൗതിക ശരീരത്തിന് ദൈവം അവസരം കൊടുത്തു. മക്കളെയും അവരുടെ മക്കളെയും കാണുവാൻ കർത്താവ് കൊടുത്ത ധന്യ നിമിഷങ്ങൾക്കായി നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ ശരീരം കൊണ്ടാണ് തൻ്റെ ആയുസ് മുഴുവൻ കർത്താവിനെ ആരാധിച്ചതും മഹത്വം കൊടുത്തതും. കഴിഞ്ഞ 6 വർഷത്തിലേറെയായി IPC എബ്രോൻ ഒക്ലോഹോമ സഭയിൽ കടന്നുവന്ന് ദൈവത്തെ ജീവനും അല്ലെങ്കിൽ വിശുദ്ധിയിലും ആരാധിക്കുവാൻ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം ഭാഗ്യം കൊടുത്തു. ഈ കണ്ണുകൾ കൊണ്ട് ദൈവദർശനങ്ങൾ കർത്താവിൻ്റെ ദാസി കണ്ട ദിവസങ്ങളുണ്ട്. ഈ ആദരം കൊണ്ട് ദൈവത്തെ ശക്തമായി ദൈവത്തെ ആരാധിച്ചു. തൻ്റെ കരങ്ങൾ കൊണ്ട് അനേകർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം സഹായിച്ചു. നാം സാക്ഷ്യങ്ങൾ കേട്ടതുപോലെ ഈ കാലുകൊണ്ട് അനേക സ്ഥലങ്ങൾ താണ്ടി സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി സഞ്ചരിപ്പാൻ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്തു. നാം ഓർക്കുന്നതും പറയുന്നതും പോലെ അതുകൊണ്ട് ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതായിരിക്കുന്ന പോലെ തന്നെ ഭക്തന്മാരുടെ ഭൗതിക ശരീരവും കർത്താവിന് വിലപ്പെട്ടതാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിലെ പഠനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു മഹൽ സത്യമുണ്ട്. തൻ്റെ ഭക്തന്മാരുടെ ശവസംസ്കാര ശുശ്രൂഷ ദൈവം എത്രമാത്രം ആദരവോടുകൂടിയാണ് കാണുന്നതെന്ന് നാം വിശുദ്ധ തിരുവെഴുത്തിൽ വായിക്കുന്നു. പിതാക്കന്മാർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ മക്കൾ അവരെ വളരെ ആദരവോടുകൂടെ അടക്കുന്നത്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും ലേയും ഒക്കെ മക്പേല ഗുഹയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. ദാവീദിൻ്റെ ചരിത്രം മുഴുവൻ പഠിക്കുമ്പോൾ ദാവീദും തൻ്റെ പിൻഗാമികളുമെല്ലാം നിദ്ര പ്രാപിച്ച് പിതാക്കന്മാരോട് ചേർന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. നാം പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന വളരെ മനോഹരമായ ഒരു സന്ദേശമുണ്ട്. തൻ്റെ ദാസനായിരുന്ന മോശ 120-ാമത്തെ വയസ്സിൽ ദീർഘകാലത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം അക്കരെ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നെബോ പർവ്വതത്തിൻ്റെ മുകളിൽ പിസ്ക കൊടുമുടിയിൽ ദൈവം തന്നെ അടക്കി എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. അപ്പോൾ തൻ്റെ ഭക്തന്മാരുടെ ശരീരം മൃതദേഹത്തെ എത്രമാത്രം ആദരവോടുകൂടിയാണ് സ്വർഗം കാണുന്നതിൻ്റെ തെളിവാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, യോഹന്നാൻ സ്നാപകൻ ശിരച്ഛേദം ചെയ്യപ്പെട്ടുവെങ്കിലും തൻ്റെ ശിഷ്യന്മാർ തൻ്റെ ഉടൽ കൊണ്ടുപോയി ഭക്തിയോടെ സംസ്കരിച്ചു. അപ്പോൾ തന്നെ സ്തേഫാനോസിൻ്റെ ചരിത്രവും അതുതന്നെയാണ്. ഏറുകൊണ്ട് നുറുങ്ങപ്പെട്ട ശരീരമാണെങ്കിലും ദൈവതേജസ് കണ്ട് പ്രാണനെ വിട്ട ആ ഭക്തൻ്റെ ശരീരം ഭക്തിയുള്ള ദൈവദാസന്മാർ കൊണ്ടുപോയി മഹത്വത്തോടെ മറവ് ചെയ്തു എന്ന് വായിക്കുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ വാത്സല്യ കർത്താവും 33 തിരുവയസ്സിൽ കാൽവറിയുടെ കൊലമരത്തിൽ മാനവജാതിയുടെ പാപത്തിന് പരിഹാരമായി മരിച്ച് പ്രാണനെ വിട്ടപ്പോൾ അരിമത്യക്കാരൻ ജോസഫും നിക്കോദിമോസും 100 റാത്തൽ സുഗന്ധവർഗവും വേണ്ട ക്രമീകരണം ചെയ്താണ് ഒരു കല്ലറയിൽ തന്നെ അടക്കിയത്. അതെ, ഇന്ന് പകൽക്കാലം നാമും അതേ ശുശ്രൂഷ തന്നെയാണ് പ്രിയ മാതാവിനായി ഇന്ന് പകൽ പരസ്യമായി ഇവിടെ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൽ നാം വായിക്കുന്നു, പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്കും ആത്മാവ് അതിനെ നൽകിയ
ഉടയവൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ഈ ദിവസങ്ങൾ തുടർമാനമായി കേട്ട ദൈവവചനം നമുക്ക് ഉറപ്പു തരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ അന്ത്യകാഹളനാദത്തിങ്കൽ കല്ലറയിൽ ഇരിക്കുന്നവർ മനുഷ്യപുത്രൻ്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴികയിൽ വാത്സല്യ അച്ചാമ്മ ചെറിയാൻ എന്ന മാതാവിൻ്റെ ഇപ്പോൾ നാം മണ്ണിൽ മറവ് ചെയ്യുന്ന ഈ മൃതശരീരം വളരെ തേജസ്സോടെ രൂപാന്തരപ്പെട്ട് പുത്തൻ ശരീരത്തോടെ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന തൻ്റെ പ്രാണനോടും ആത്മാവിനോടും കൂടിച്ചേരും. അതാണ് ദൈവമക്കളെ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ. അതാണ് നമ്മുടെ ആത്മസന്തോഷം. അതാണ് നമ്മളെ ഈ മണ്ണിൽ ക്ലേശങ്ങളിലും കഷ്ടങ്ങളിലും ജീവിപ്പാൻ പ്രേരിപ്പിക്കുന്നത്. ആ പുനരുത്ഥാനത്തിൻ്റെ സുപ്രഭാതത്തിൽ പ്രിയ വാത്സല്യ മാതാവിനെ വിശുദ്ധന്മാരുടെ സംഘത്തിൽ കാണാം എന്ന പ്രത്യാശയോടെ കൂടെയാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ പ്രത്യാശയെ ഒരിക്കൽ കൂടെ അരക്കിട്ടുറപ്പിക്കുന്ന ചില വേദഭാഗങ്ങൾ നിയോഗിക്കപ്പെട്ട ദൈവദാസന്മാർ നമുക്കായി വായിക്കുന്നതായിരിക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 35 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ പാസ്റ്റർ P.Y. ഫിലിപ്പും ഫിലിപ്പ് ലേഖനം 3-ന്റെ 20 പാസ്റ്റർ O.T. ജോസഫ് അവറുകളും 1 കൊരിന്ത്യർ 15-ന്റെ 50 മുതൽ 57 വരെയുള്ള വാക്യങ്ങൾ പാസ്റ്റർ ജേക്കബ് വർഗീസും 1 തെസ്സലോനിയൻ ചാപ്റ്റർ 4 വേഴ്സ് 13-18 ഡോക്ടർ മിനു ജോർജും ഇപ്പോൾ വായിച്ച് നമ്മെ ഉറപ്പിക്കുന്നതായിരിക്കും. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ മറ്റും മണി അത്രയെ വിതയ്ക്കുന്നത്. ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതിനൊരു ശരീരവും ഓരോ വിത്തൻ അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെ ഉള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസവും വേറെ. സ്വർഗീയ ശരീരവും ഭൗമിക ശരീരവും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനവും ഔവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അടുത്ത ആദാം, ഒടുവിലത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. മതി. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 20 വാക്യങ്ങൾ വായിച്ചാൽ. 3-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ വായിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവിടെ നിന്ന് നമ്മുടെ കർത്താവായ രക്ഷിതാവായ യേശു ക്രിസ്തു കടന്നു വരുമെന്ന് നാം ആശിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട്, യേശു സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ പ്രിയ മാതാവിൻ്റെ താഴ്ചയുള്ള ശരീരത്തെ ആ ദിവസം മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 50 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നു. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്കും ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല. ദ്രവത്വം അദ്രവത്വത്തെയും അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. ദൈവസഭയെ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളത്തിങ്കൽ നാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. അന്ത്യകാഹളത്തിങ്കൽ കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും. മരിച്ചവർ അക്ഷയരായി ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ജീവനോടെ ഇരിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വം. ശ്രദ്ധിക്കണമേ, നമ്മുടെ ഈ ശരീരം ദ്രവത്വമുള്ള ശരീരമാണ്. ഇത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. ഇത് മരണമുള്ള ശരീരമാണ്. മരണമില്ലാത്ത അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവർത്തിയാകും. നമുക്കൊരു പൊതു ശരീരം ലഭിക്കുമ്പോൾ നാം വിളിച്ചു പറയുന്നത് മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു.
ഹേ മരണമേ നിന്റെ ജയം എവിടെ? അതുകൊണ്ട് ഇന്ന് നാം ദൈവസഭ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് കരങ്ങളെ ഉയർത്തി നമുക്ക് പറയാമല്ലോ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖം പാപത്തിന്റെ മേലും മരണത്തിന്റെ മേലും നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉയർപ്പിനെ ഒന്നും കൂടെ ഉറപ്പാക്കുന്ന ഒരു വചനം കൂടെ നാം വായിച്ചു കേൾപ്പിക്കുന്നു ഡോക്ടർ മീനു. 1 Thessalonians chapter 4 verse 13 to 18. But we do not want you to be uninformed, brothers, about those who are asleep, that you may not grieve as others do who have no hope. For since we believe that Jesus died and rose again, even so, through Jesus, God will bring with him those who have fallen asleep. For this we declare to you by the word of the Lord, that we who are alive, who are left until the coming of the Lord, will not precede those who have fallen asleep. That is the privilege of those who are deceased before us. We will not be first, they will be the first. When the trumpet of the Lord sound, those who are dead in Christ will rise first. We will follow them, those who are alive. Continue. For the Lord himself will descend from heaven with a cry of command, with the voice of an archangel, and with the sound of the trumpet of God, and the dead in Christ will rise first. Then we who are alive, who are left, will be caught up together with him in the clouds to meet the Lord in the air, and so we will always be with the Lord. Therefore, encourage each other with these words. Comfort each other with these words. There is nothing in this world can comfort the family. Nothing can bring peace into our life. But every time we read the word of resurrection and the power of Jesus Christ can raise us from the dead, that will comfort our life. ഇന്ന് രാവിലെ നമ്മെ ഉറപ്പിക്കുന്നത് ഈ വചനമാണ്. കാഹളം ധ്വനിക്കുമ്പോൾ പ്രിയ മാതാവ് ഉയർത്തെഴുന്നേൽക്കും. നാം ഇപ്പോൾ നിൽക്കുന്നത് ബദനി സെമിറ്ററിയിലാണ്. ഹല്ലേലൂയ. നൂറുകണക്കിന് വിശുദ്ധന്മാരുടെ ശവശരീരങ്ങൾ അന്ത്യകാഹളത്തിനായി വിശ്രമം കൊള്ളുന്നൊരു മണ്ണാണ്. നമ്മുടെ സഭയിൽ അനേക പ്രിയപ്പെട്ടവരെ നാം ഈ മണ്ണിൽ പ്രാർത്ഥനയോടെ മറവ് ചെയ്തിട്ടുണ്ട്. അനേക ഭക്തന്മാർ ഈ മണ്ണിൽ ഉറങ്ങുന്നുണ്ട്. അവരെല്ലാം വെയിറ്റ് ചെയ്യുന്നത് ഈ കാഹളനാദത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. അവർ വിശ്വാസത്തിൽ ജീവിച്ചു, വചനപ്രകാരം ജീവിച്ചു, വിശ്വാസത്തിൽ മരിച്ചു, വചനപ്രകാരം മരിച്ചു. അവർ കാഹളനാദത്തിനായി കാത്തിരിക്കുന്നു. നമ്മുടെ പ്രിയ വാത്സല്യ മാതാവിൻ്റെയും പ്രത്യാശയും പ്രതീക്ഷയും അതായിരുന്നു, ഒരു നാൾ നശ്വര ലോകം വിട്ട് ഞാൻ കടന്നു പോകും, അങ്ങേ കരയിൽ ഞാൻ യേശുവിൻ്റെ പ്രിയ മുഖം കാണും. തനിക്ക് മുമ്പായി അക്കരെ നാട്ടിലേക്ക് കടന്നുപോയ തൻ്റെ വാത്സല്യ ഭർത്താവ് കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ TC ചെറിയാൻ അവിടെ വിശ്രമിക്കുന്നു. നമുക്ക് മുമ്പായി ആയിരക്കണക്കിന് വിശുദ്ധന്മാർ അക്കരെ നാട്ടിൽ പോയി അവിടെ വിശ്രമിക്കുന്നു. അവർ കർത്താവിൻ്റെ മുഖം കണ്ട് ആരാധിക്കുന്നു. ഈ പ്രിയ മാതാവിൻ്റെ മുഖം നമുക്ക് കാണുവാൻ ലഭിച്ച ഏറ്റവും അവസാന നിമിഷമാണ് ഇപ്പോൾ ഉള്ളത്. ജീവനില്ലാത്ത ശരീരമാണെങ്കിലും തേജസ്സുള്ള, പ്രസാദമുള്ള, പുഞ്ചിരിയുള്ള ഈ മുഖത്തെ നമുക്ക് കാണുവാൻ ഭാഗ്യം ലഭിച്ചു. കഴിഞ്ഞ 88 വർഷക്കാലം തൻ്റെ മാതാപിതാക്കളും തൻ്റെ ഭർത്താവും തൻ്റെ മക്കളും കൊച്ചുമക്കളും താൻ കൂടി ആരാധിച്ച സ്ഥലത്തുള്ള ദൈവമക്കളും ദൈവദാസന്മാരും താൻ ശുശ്രൂഷിച്ചവരുമൊക്കെ ഈ മുഖത്തിൻ്റെ ശോഭ കണ്ട് സന്തോഷിച്ചു. ഇനിയൊരവസരം ഈ മണ്ണിൽ വെച്ച് നമുക്കില്ല. നാം ഹല്ലേലൂയ ആ ശുശ്രൂഷയിലേക്ക് വരികയാണ്. കർത്താവിൻ്റെ ദാസൻ ചെറിയാനും കുഞ്ഞുങ്ങളും കടന്നു വരും. പ്രിയ മാതാവിൻ്റെ ഹല്ലേലൂയ മുഖം നാം ഇപ്പോൾ മറയ്ക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ടീം വിൽ ഹെൽപ്പ്. ഹല്ലേലൂയ. ആ സമയത്ത് ഹല്ലേലൂയ നമുക്ക് വളരെ പ്രത്യാശയോടെ ആയിരിക്കാം. ഇനിയും ഹല്ലേലൂയ 17-ാം സങ്കീർത്തനം 15-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഞാനോ നീതിയിൽ നിൻ്റെ മുഖത്തെ കാണും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. വാത്സല്യ അച്ചാമ്മ ചെറിയാൻ എന്ന മാതാവ് ഇനിയും കണ്ണു തുറക്കുന്നത് യേശുവിൻ്റെ മുഖം കണ്ടാണ്. ഇനിയും കാണാൻ പോകുന്നത് തേജസ്സേറിയ പുത്തനാം യെരൂശലേമാണ്. ഇനിയും കാണാൻ പോകുന്നത് ഹല്ലേലൂയ സൂര്യചന്ദ്രന്മാരില്ലാത്ത നാടാണ്. ആ വലിയ പ്രത്യാശയോടെ കർത്താവിൻ്റെ ഹല്ലേലൂയ ദാസനും കുടുംബവും പ്രിയ മാതാവിന് വിട ചൊല്ലുന്ന സമയമാണ്. പറഞ്ഞു മണ്ണാകുമീ ശരീരം മണ്ണോടു ചേർന്നാലുമേ, മണ്ണാകുമീ ശരീരം മണ്ണോടും ചേർന്നാലുമേ, കാഹളം ധ്വനിക്കും നേമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ, കാഹളം ധ്വനി
ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. ഹായന്താനന്ദം ഹായന്തു മോദമേ ഹായന്താനന്ദം ഹായന്തു മോദമേ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ഓ ശുദ്ധരോടു ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തി ഇടുമേ. ഈ പാഴുഭൂമിയിൽ എനിക്കാശയെന്തഹോ ഈ പാഴുഭൂമിയിൽ ആശയന്തഹോ പഞ്ഞി പോൽ പറന്നു പോകും മായ ലോകമേ. പഞ്ഞി പോൽ പറന്നു പോകും മായ ലോകമേ. ഹായന്താനന്ദം ആയതുബോധമേ ഹായന്താനന്ദം ആയതുബോധമേ ശുദ്ധരോട് ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ശുദ്ധരോട് ശുദ്ധരോട് ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ. ഓ മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ. കാലളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. കാലളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. ഹായന്താനന്ദം ആയതുബോധമേ ആയന്താനന്ദം ഹായന്തു മോദമേ ശുദ്ധരോട് ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ശുദ്ധരോട് ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ലോക ജീവിതം പുല്ലിനു തുല്യമേ ഈ ലോക ജീവിതം പുല്ലിനു തുല്യമേ. വാടിപ്പോകും പൂവു പോലെ മാഞ്ഞു പോകുമേ. വാടിപ്പോകും പൂവ് പോലെ മാഞ്ഞു പോകുമേ. എന്താനന്ദം ഹായന്തു മോദമേ ആയന്താനന്ദം പറഞ്ഞു ആയതുബോധമേ ശുദ്ധരോട് ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ശുദ്ധരോട് ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. മേ മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ. മണ്ണാകും ഈ ശരീരം മണ്ണോട് ചേർന്നാലുമേ. കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. ഹായന്താനന്ദം ഹായന്തു മോദമേ ആയന്താനന്ദം ആയതുബോധമേ ശുദ്ധരോട് ചേർന്നു ഞാൻ പ്രിയനെ വാഴ്ത്തിടുമേ. ശുദ്ധരോട് ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. പാഴുഭൂമിയിൽ എനിക്കാശയെന്തഹോ ഈ പാഴുഭൂമിയിൽ എനിക്കാശയെന്തഹോ പഞ്ഞി പോൽ പറന്നു പോമി മായാലോകമേ. ഓ പഞ്ഞി പോൽ പറന്നു പോകും. മായാലോകമേ ഹല്ലേലൂയ ഹല്ലേലൂയ. Thank you, Jesus. ആയന്താനന്ദം ആയതുബോധമേ ശുദ്ധരോട് ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. ശുദ്ധരോട് ചേർന്നു ഞാനും പ്രിയനെ വാഴ്ത്തിടുമേ. നീയോ കർത്തദാസി അച്ചാമ ചെറിയാനെ പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസ്ഥാനത്തിങ്കൽ വിശുദ്ധന്മാർ ഒരുമിച്ച് നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. ഇന്ത്യ പെന്തിക്കോസ്ത് ദൈവസഭ IPC ഹെബ്രോൻ ഒക്ലഹോമ സഭയുടെ എല്ലാ ആദരവോടും ബഹുമാനത്തോടും കൂടെ ജീവനുള്ളവർക്കും മരിച്ചവർക്കും പിതാവായ ദൈവത്തെയും വിശുദ്ധ ദൂതന്മാരെയും കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെയും വാത്സല്യ കുടുംബാംഗങ്ങളെയും ദൈവസഭയെയും സാക്ഷി നിർത്തിക്കൊണ്ട് കർത്താവിൻ്റെ ദാസനധികാരത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മണ്ണിനെ മണ്ണിനോടും പൂഴിയെ പൂഴിയോടും ചാരത്തെ ചാരത്തോടും ഏൽപ്പിച്ചു കെടുത്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ
ഈ മാതാവിൻ്റെ മൃതശരീരത്തെ ബദനി സെമിത്തേരിയിൽ സംസ്കരിച്ചു കൊള്ളുന്നു. ദൈവസഭ ഒരുമിച്ച് ആമേൻ എന്ന് പറയാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന നല്ല സുദിനത്തിൽ കർത്താവിൻ്റെ ദാസിയും വളരെ ഹല്ലേലൂയ പ്രത്യാശയോടെ കാത്തിരുന്ന ആ വിശുദ്ധ നാട്ടിലേക്ക് ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രത്യാശയോടെ നാം മടങ്ങിപ്പോകുന്നത് കർത്താവിൻ്റെ ദാസിക്ക് മാത്രമല്ല, ജീവനോടെ ഇരിക്കുന്ന നമുക്കും ഒരു ജീവനുള്ള പ്രത്യാശയുണ്ട്. ദൈവം നമുക്കായി ഒരുക്കുന്ന പുത്തനാം യെരൂശലേം, ആ ഹല്ലേലൂയ ഭവനത്തിൻ്റെ ഹല്ലേലൂയ അവർണ്ണനീയമാണ്. നമ്മുടെ പ്രത്യാശ ഒരിക്കൽ കൂടെ ഉറപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ ആ ഒരു വാക്യം കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡോക്ടർ മാത്തുക്കുട്ടി ശാമുവേൽ വായിക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യം. നാം വാക്യങ്ങൾ വായിച്ചു കേൾക്കുമ്പോൾ നാം പോകുന്ന നാടിനെക്കുറിച്ചും ആ നാടിൻ്റെ ഹല്ലേലൂയ അവസ്ഥയെക്കുറിച്ചും നമുക്ക് ലഭിക്കുന്ന ഭാവിയെക്കുറിച്ചുമുള്ള വലിയ ആവേശവും ചിന്തയും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിക്കുമാറാകട്ടെ. പാസ്റ്റർ വായിക്കുന്നതായിരിക്കും. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തു നിന്ന് ദൈവസനിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസന ഒരു മഹാശബ്ദം പറയുന്ന ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. മണ്ണിൽ നാം പൊഴിച്ച സകല കണ്ണുനീരും അതിന്റെ അനുഭവങ്ങളും ഒക്കെ ദൈവം താൻ നേരിട്ട് തന്റെ വിശുദ്ധ കരം കൊണ്ട് തന്റെ ജനത്തിന്റെ കണ്ണിൽ നിന്ന് തുടച്ചു കളയും. ഇനി മരണമുണ്ടാകില്ല. ഇനി നമുക്ക് മരണമുണ്ടാകില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയുമില്ല. ദുഃഖവും മുറിവിളയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, ഒന്നാമത്തേത് അവസാനിച്ചു. സിംഹാസനത്തിൽ ഇരിക്കുന്ന ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നുവെന്ന് അരുളി ചെയ്തു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അരുളി ചെയ്തു, ഇതാ ഞാൻ സകലതും പുതുതാക്കുന്നു. ഒരു പുതിയ ദേഹത്തോടു കൂടെ പ്രിയമാതാവിനെ അക്കരെ നാട്ടിൽ കാണാം. കർത്തൃക്കാകളം യുഗാദ്യ കാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം ശോഭിത പ്രഭാതത്തിൽ നാം ഹല്ലേലൂയ പേർ വിളിക്കും നേരം കാണും എൻ പേരും. ജീവിച്ചിരുന്നപ്പോൾ കർത്താവിൻ്റെ ദാസി അച്ചാമ്മച്ചെറിയാന് ആ ബോധ്യമുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ആ ബോധ്യമുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് ഉച്ച കഴിഞ്ഞ് ആ ബോധ്യമുണ്ട്. ആ ബോധ്യം ഉറപ്പുള്ളവർ ചേർന്ന് ആ പ്രത്യാശയുടെ ഗാനം സഹോദരനോട് ചേർന്ന് പാടുകയും ഒടുവിലായി കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോൺ വർഗീസ് പ്രാർത്ഥിച്ച് ആശീർവാദത്തോടുകൂടി ഈ ശുശ്രൂഷകൾ ഇവിടെ അവസാനിക്കുന്നതായിരിക്കും. ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ പാർത്തലേ രക്ഷപ്പെട്ടോരൊക്കെ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്ത്യനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധാരിപ്പാനുയർത്തുതാ. കർത്തൃഭവനാകാശമപ്പുറം കൂടിയിടും ഓ പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. When the roll is called up yonder, 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 I be there. പ്രത്യാശയോടുകൂടി പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരത്തെ ഈ പൊടിയിലേക്ക് തിരികെ ഏൽപ്പിക്കുവാൻ ദൈവസഭയ്ക്ക് ദൈവം ഭാഗ്യം തന്നു. കുഞ്ഞുങ്ങൾക്ക് പ്രത്യാശ കൊടുത്തു, കടന്നു വന്നവർക്ക് ആശ്വാസം കൊടുത്തു. നാം ഇവിടുന്ന് പിരിയുമ്പോഴും വിട്ടുമാറാത്ത അല്ലെങ്കിൽ ദൂതന്മാരുടെ സഞ്ചയത്തിൻ്റെ കാവല് ഈ ഭൗതിക ശരീരത്തോടു കൂടെ ഉണ്ട്. കർത്താവിൻ്റെ കാഹളധ്വനിയെങ്കിൽ ദൂതന്മാർ കർത്താവിൻ്റെ ദാസിയുടെ ശരീരവും ഉയർത്തിക്കൊണ്ടു പോകും എന്നുള്ള പ്രത്യാശയോടെ നമുക്ക് മടങ്ങാം. പ്രാർത്ഥന ആശീർവാദത്തോടെ നമുക്കായിരിക്കാമല്ലോ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ ദൈവമേ, ഞങ്ങളുടെ പിതാവേ,
ഓമനപുത്രനും ഞങ്ങളുടെ രക്ഷിതാവും പുനരുത്ഥാനും ജീവനുമാകുന്ന ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ Praise the Lord. നാമത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഈ ഉച്ച കഴിഞ്ഞ സന്ദർഭത്തിലും ഈ ബെഥനി സെമിത്തേരിയിൽ നിന്നുകൊണ്ട് Praise the Lord. അങ്ങയ്ക്ക് വേണ്ടി ഒരായുസ് മുഴുവനും സേവിച്ച് ഈ ബെഥനി സെമിത്തേരിയിൽ പ്രത്യാശയോടുകൂടെ ദൈവജനമാകുന്ന ഞങ്ങൾ സംസ്കരിച്ച അവിടുത്തെ ദാസിയുടെ ഈ സംസ്കാര ശുശ്രൂഷയുടെ അവസാന സന്ദർഭത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുന്നു. ജനനം മുതൽ മരണം വരെ അവിടുത്തെ ഭക്തിയോടുകൂടെ ഇരിക്കുകയും അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കൊടുക്കുകയും തലമുറകളെയും കൊച്ചുമക്കളെയും ഒക്കെ കണ്ട് ഒത്തൊരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും അനേകരെ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനു വേണ്ടി ഹല്ലേലൂയ സ്തോത്രം വിടുവിക്കപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരുവാനും ഇടയാക്കിയതിനാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. ഈ ശരീരം കൊണ്ട് അങ്ങയെ ആരാധിച്ചു, ഈ ശരീരം കൊണ്ട് അങ്ങയെ സേവിച്ചു. ഇപ്പോഴോ നാഥ നല്ലൊരു പുനരുത്ഥാനത്തിനായി പ്രത്യാശയോടുകൂടെ അവിടുത്തെ ഭക്തയുടെ മൃതശരീരം ഞങ്ങൾ ഈ ബെഥനി സെമിത്തേരിയിൽ സംസ്കരിച്ചുവല്ലോ നാഥ. അവിടുത്തെ ദാസിയുടെ വേർപാടിനോടുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങള് അവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാട്ടിലായിരിക്കുന്നവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടുത്തും അകലെയുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നല്ല നാഥ, അവിടുത്തെ ഭക്തയ്ക്ക് നല്ലൊരു ബെറിയൽ ലഭിക്കത്തക്കവണ്ണം കാലാവസ്ഥയെ അനുകൂലമാക്കി തരികയും സകലത്തിലും കർത്താവിന്റെ കൃപയാവരിക്കുകയും ചെയ്തതിനാൽ അങ്ങയുടെ പൊന്നുനാമത്തെ സ്തുതിക്കുന്നു. മടങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ടവരെ, ദൂരയാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, അവരോടൊക്കെയും മടക്കയാത്രയിൽ ഉണ്ടായിരിക്കണമേ. 1000 തലമുറ വരെ അനുഗ്രഹിക്കുന്ന പൊന്നു കർത്താവേ, ഈ പ്രിയപ്പെട്ട മാതാവിന്റെ മക്കളെയും കൊച്ചുമക്കളെയും തലമുറയായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്നുള്ള മാറ്റമില്ലാത്ത ഭാഗ്യകരമായ പ്രത്യാശ കൊണ്ട് ഈ ദുഃഖിത കുടുംബങ്ങളെയും ഞങ്ങളെയും നിറച്ചിരിക്കയാൽ സ്തോത്രം. വരവിന്റെ പ്രത്യാശയിൽ പുതുക്കം പ്രാപിച്ചു മുമ്പോട്ട് പോകുവാൻ പൊന്നു കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ഭൃത്യനെ ബലപ്പെടുത്തിയതിനാൽ സ്തോത്രം. ഇത്രത്തോളം കൂടെ ഇരുന്ന് സഹായിച്ചതിനാൽ സ്തോത്രം. ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്നതിനാൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കണ്ണുനീർ തുടച്ചു കളയുകയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ. വരവിനായി ഒരുക്കണമേ. അവിടുത്തെ വരവേറ്റവും സമീപമായിരിക്കാൻ സ്തോത്രം. ശുശ്രൂഷകളെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് അവിടുത്തെ മഹിമാസന്നത്തിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള നമ്മുടെ രക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും യേശു തമ്പുരാനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമാം ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും സഹവാസവും ഞങ്ങളേവരോടും വിശേഷാൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോടും ഇപ്പോഴും എപ്പോഴും കർത്താവിന്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഇന്നും ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണം. എല്ലാവർക്കും കർത്തനാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് പകൽക്കാലവും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ശുശ്രൂഷയിൽ സഹകരിച്ച ദൈവസഭയോട്, ദൈവദാസന്മാരോട്, ബന്ധുമിത്രാദികളോടുള്ള വന്ദനവും സ്നേഹവും നന്ദിയും കർത്താവിൻ്റെ ദാസൻ അല്ലെങ്കിൽ ചെറിയാൻ കെ ചെറിയാൻ്റെയും കുടുംബത്തിൻ്റെയും പാസ്റ്റർ അല്ലെങ്കിൽ ജോൺ കെ ചെറിയാൻ്റെയും കുടുംബത്തിൻ്റെയും നാമത്തിൽ ഇപ്പോൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. നാം ഇവിടുന്ന് കടന്നുപോയാലും ഈ കുടുംബങ്ങളെയും അവരുടെ ഹല്ലേലൂയ മുൻപോട്ടുള്ള ജീവിതത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം അവർക്ക് വേണ്ട കൈത്താങ്ങലും ആശ്വാസവും കൊടുക്കട്ടെ. ദൈവസഭ എല്ലാ പിന്തുണയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവരും ഫെലോഷിപ്പിനായി വീണ്ടും ചർച്ചിലേക്ക് കടന്നു വരണമേ എന്ന് ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നാം ഇവിടുന്ന് വേഗത്തിൽ മാറിയെങ്കിൽ മാത്രമേ അവർക്കിത് കവർ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ അധികം നിൽക്കാൻ നമുക്ക് അനുവാദമില്ല. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.